ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ് കാണാത്ത കൂട്ടുകാർ ആ വീഡിയോസ് കണ്ട ശേഷം ഓരോ ക്ലാസ് ആയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 13 പാറ്റേൺസ് ഇൻ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് റീഡ് ചെയ്ത് നോക്കാം. റോക്സി ആൻഡ് S2 ആർ പ്ലേയിങ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. റോക്സി ആൻഡ് S2 എന്ത് ചെയ്യുവാണ്? മൾട്ടിപ്ലിക്കേഷൻ ഗെയിം കളിക്കുകയാണ്. കൂട്ടുകാർ അങ്ങനെ ഗെയിം കളിക്കാറുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ വെച്ച് പ്ലേ ചെയ്യാറുണ്ടോ? They encounter an interesting technique for multiplying a number by 10, 100, 1000 and so on. അവർ എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 10, 100 ഇതുപോലെ സീറോസ് വരുന്ന നമ്പേഴ്സ് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അവർ എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. റോക്സി ഇവാലുവേറ്റഡ് 116 into 5 ആസ് ഫോളോസ്. അവിടെ റോക്സി എന്താ ചെയ്തത്? ഈ 116 into 5 പകരം റോക്സി എന്ത് കൊടുത്തു? 10/2 കൊടുത്തു. 10/2 എന്ന് പറഞ്ഞാൽ എന്താ? 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ് ആൻസർ. അപ്പോൾ ഈ 5 പകരം റോക്സി കൊടുത്തത് എന്താണ്? 10/2. അപ്പോൾ ഈ 116നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 58 എന്നാണ് കിട്ടിയത്. നമുക്കിവിടെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 116 divided by 2. അപ്പോൾ 11 5 times 10, 116, 8 into 2, 16. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്താണ് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ചെയ്യുന്നത്. ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ചെയ്യാൻ അറിയാത്ത കൂട്ടുകാർ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 160 divided by 2. അപ്പോൾ ഇവിടെ 58 വരും. ഇനി 58ഉം 10ഉം അല്ലേ ബാക്കിയുള്ളൂ. ഈ 2 ക്യാൻസൽ ആയി പോയില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്താണ്? ഇവിടെ 0 ആയതുകൊണ്ട് ഈ 58നോടൊപ്പം ഈ 10നകത്തുള്ള ഒരു 0യും കൂടെ കൊടുത്താൽ മതി. 580 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ S2 എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 824 into 25 ആസ് ഫോളോസ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ 824 into 25നെ S2 25ന് പകരം എന്താ കൊടുത്തത്? 100/4 ആ കൊടുത്തത്. 100/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 25 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 25ന് പകരം 100/4 കൊടുത്തു. ഇനി എന്താ ചെയ്തത്? ഈ 824നെ ഈ ഡിനോമിനേറ്ററിലുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 206 കിട്ടും. ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ അറിയാത്ത കൂട്ടുകാർ 824 divided by ഈ ഡിനോമിനേറ്ററിലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ 8നകത്ത് 2 ടൈം 8, ദെൻ 2 എടുത്ത് എഴുതി. 2 താഴെ ഇറക്കുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോഷ്യന്റിൽ ഒരു 0 കൊടുത്തു. ദെൻ 4 എഴുതി. 24നകത്ത് 6 ടൈംസ് അല്ലേ? അപ്പോൾ 206 എന്ന് കിട്ടും. അതാണ് ഇവിടെ കിട്ടിയ ആൻസർ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ 206നോടൊപ്പം 100ൽ എത്ര 0 ഉണ്ട്? 2 0. അതുകൂടെ ചേർത്ത് എഴുതിയാൽ പോരെ? അങ്ങനെയാണ് S2 മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ അല്ലേ? യൂസിങ് ദ മീനിങ് ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ multiplying by 5 is the same as dividing by 2 and multiplying by 10. അപ്പോൾ ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 5 എന്ന് പറയുന്നത് എന്താണ്? 5 എന്ന് പറയുന്നത് 10/2 ആണ്. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ ആണ് 5 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിതിലെ ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ക്വിക്ക് വേസ് ടു കാൽക്കുലേറ്റ് ദീസ് പ്രോഡക്ട്സ്. അപ്പോൾ എന്താണ്? പെട്ടെന്ന് ക്വിക്ക് വേസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ. 2 into 1768 into 50. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താൽ എന്താ? 50യും 2. 50 into 2 എത്രയാണ്? 100 ആണ് അല്ലേ? അപ്പോൾ 1768 അതുപോലെ എഴുതി. ദെൻ 50 into 2 നമുക്ക് എന്ത് എഴുതാം? 100. അപ്പോൾ 100 ആയില്ലേ? ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണോ? ഈ 2 0 ഈ നമ്പറിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ പോരെ? അപ്പോൾ 1768 എഴുതി. 100ൻ്റെ 2 0യും കൂടെ ഇടുമ്പോൾ നമ്മുടെ ആൻസർ ആവും. ഓക്കെ അല്ലേ? ദെൻ ബി ക്വസ്റ്റ്യൻ 72 into 125. ഇവിടെ ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. 125ന് പകരം 1000 divided by 8 എന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് 72 അതുപോലെ എഴുതി. ദെൻ 125ന് പകരം ഈ നമ്പർ കൊടുക്കണം. 1000 divided by 8. ഓക്കെ അല്ലേ? ഇനി ഈ 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 8ന്റെ ടേബിളിൽ എവിടെയാണ് 72 വരുന്നത്? 8 9s are 72 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 9 കൊടുക്കാം. 8നകത്ത് 1 ടൈം ഒന്ന് എഴുതിയില്ലേലും കുഴപ്പമില്ല. ദെൻ 9 എഴുതി. ഈ 1000ൽ എത്ര 0 ഉണ്ട്? 3 0. ആ 3 0യും കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ അല്ലേ? ദെൻ 125 into 40 into 8 into 25. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ആദ്യം
നമുക്ക് 0 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെ ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് കിട്ടും? ഈ 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആദ്യം ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 125 ഇൻറ്റു 8 ഇൻറ്റു 40 ഇൻറ്റു 25. കൂട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ നമ്പറിനെ 8നെ ആദ്യം എഴുതി അത് കഴിഞ്ഞിട്ട് 40 എഴുതിയത്. ഓക്കെ, അപ്പോൾ 125 ഇൻറ്റു 80 ചെയ്യുമ്പോൾ നമുക്ക് 1000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? വീണ്ടും ഇൻറ്റു ദെൻ 40 ഇൻറ്റു 25. 40 ഇൻറ്റു 25 എന്താ? 25 ഇൻറ്റു 4 എന്ന് പറയുന്നത് 100 ആണ്. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്, 40യുടെ 0, ആ 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1000 ഇൻറ്റു 1000. 1000 ഇൻറ്റു 1000 വരുമ്പോൾ ഈ ടോട്ടൽ എത്ര 0 ഉണ്ട്? ഈ 1 ഇൻറ്റു 1 1 തന്നെയാണ്. ദെൻ ടോട്ടൽ എത്ര സീറോസ് ഉണ്ട്? 6 സീറോസ് കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദീസ് പ്രോഡക്ട്സ് ക്വിക്ക്ലി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഈസി മെത്തേഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 25 ഇൻറ്റു 12. 25 നമുക്ക് എങ്ങനെ എഴുതാം? 25 എന്ന് പറഞ്ഞാൽ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് 25 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 25ന് പകരം 100 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതി ഇൻറ്റു 12. ഓക്കെ, ദെൻ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 4ന്റെ ടേബിളിനകത്ത് 12 എവിടെയാണ് വരുന്നത്? 3യിലാണ്. 4 ഇൻറ്റു 3 ഈസ് 12. അപ്പോൾ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം അല്ലേ? ക്യാൻസൽ ചെയ്ത് ഇവിടെ 3 എന്ന് കൊടുക്കുക. അപ്പോൾ 12നകത്ത് 4 3 ടൈംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? ഈ 3 അതുപോലെ എഴുതി. ഇനി ഇവിടുത്തെ 100ൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ്. ആ 2 സീറോസ് കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ 25 ഇൻറ്റു 2 40. ഇവിടെയും നമുക്ക് എന്ത് എഴുതാം? 25ന് പകരം 100 ബൈ 4 എന്ന് കൊടുക്കാം. ഓക്കെ, 100 ബൈ 4 ഇൻറ്റു 240 അതുപോലെ എഴുതി. ദെൻ ഈ 240യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 24നകത്ത് 4 എവിടെയാണ് വരുന്നത്? 24 കിട്ടാൻ നമുക്ക് 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 4s are 24 അല്ലേ? അപ്പോൾ 4നെ നമുക്ക് 1 കൊടുക്കാം. 4നകത്ത് 1 ടൈം, 24നകത്ത് 6 ടൈംസ് അല്ലേ? ദെൻ ഇവിടെ ഒരു 0 കൂടെ ഉണ്ടല്ലോ, അപ്പോൾ 60 ആവും. ഓക്കെ അല്ലേ? ദെൻ ഈ 60യും 100ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 60 എഴുതി 100ലെ 2 സീറോസ് കിട്ടുക. അപ്പോൾ 6000 കിട്ടും. ഓക്കെ അല്ലേ? ഇനി 250 ഇൻറ്റു 120. 250 കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമുക്ക് 25 കിട്ടാൻ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ 250 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 1000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? 1000 ഡിവൈഡഡ് ബൈ 4 കൊടുക്കാം. ഓക്കെ, 1000 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 120. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം? 12നെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യണം. ആദ്യം ഈ 0 അവിടെ നിന്നോട്ടെ. 12 ഡിവൈഡ് ബൈ 4 ചെയ്യാം. 12 ഡിവൈഡ് ബൈ 4 എന്ത് വരും? ആണ് 12 വരുന്നത്. അപ്പോൾ 4നകത്ത് 1 ടൈം, 12നകത്ത് 3 ടൈം. ദെൻ ഈ 0 കൂടെ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 30 ആവും. ദെൻ 30 ഇൻറ്റു 1000 ചെയ്യാൻ എന്ത് ചെയ്യണം? 30 അതുപോലെ എഴുതി 1000ലെ 3 സീറോയും കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, ദെൻ 2500 ഇൻറ്റു 12. 2500 കിട്ടാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മളിവിടെ 25 കിട്ടാൻ 100 ബൈ 4 എഴുതി. 250 കിട്ടാൻ 1000 ബൈ 4 എഴുതി. ദെൻ 2500 കിട്ടാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? 10,000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് എഴുതാം. 10,000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 12. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ വീണ്ടും എന്ത് വരും? 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ 3 എഴുതി, ഇവിടെ 1. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 3യും 10,000ലെ 4 സീറോസും കൂടെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, 3യും 4 സീറോസും ഇട്ടു. ദെൻ ലാസ്റ്റ് ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 crore എന്ന് വരുന്നത്? അപ്പോൾ 12 crore കിട്ടാൻ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം? അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ 25 എഴുതി, അത് കഴിഞ്ഞ് 250, ദെൻ 2500. അപ്പോൾ ഇനി അടുത്ത് 25ൻ്റെ കൂടെ 3 സീറോസ് കൂടെ ഇട്ടാൽ പോരെ? അപ്പോൾ എന്ത് വരും? 25,000. ഇനി 25,000നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 12 crore കിട്ടുമെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ 12 crore ഡിവൈഡഡ് ബൈ 25,000. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ ലാസ്റ്റ് 3 സീറോസ് രണ്ടിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ന്യൂമറേറ്ററിൽ 1,20,000ഉം ഡിനോമിനേറ്ററിൽ 25 ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക കൂട്ടുകാർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? ഇവിടെ 25 1 ടൈം വരും. ദെൻ ഇതിനകത്ത് 44,800 ടൈംസ് വരും. ഓക്കെ അല്ലേ? അത് കൂട്ടുകാരൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 4,800. ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക്
12 crore എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.